ഇന്ന് ഞാൻ രാജുവിൻ്റെ തോണിയിലൊരു യാത്രയിലാണ്. നമ്മളെ തൂതപ്പുഴന്ന് കണ്ടോളി കാണാത്തവര്, ഇപ്പം അടുത്ത് കാണാത്തവര്, നമ്മളെ തൊഴിൽ ഇതാണിട്ടില്ലേ, ഈ കാണുന്നതാണ്. ഇത് വൈകുന്നേരം വരെ ഇങ്ങനെ നടന്ന് തിന്ന് വൈകുന്നേരം ആകുമ്പോൾ ഒരു പരിക്ക് വരും. ഇങ്ങനെ പോവും ഞങ്ങൾ. ഇതാ കണ്ടോളി, ഒരു ദൃശ്യഭംഗിയുണ്ട്, സന്തോഷത്തോടെ കണ്ടോളി. ഇതെല്ലാവർക്കും ഒന്നും നടക്കൂലേ, ഇത് ഇവിടെ എല്ലാവർക്കും തന്നെ നടക്കുള്ളൂ. ചിലവർ വരും വള്ളത്തിലാണ് ചാടും, അങ്ങോട്ട് മരിച്ചും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് തൊട്ടൊക്കെ കാണും ഞങ്ങൾ. പക്ഷെ ഇവിടുന്ന് ഞങ്ങൾ മണ്ടി എത്തുമ്പോഴത്തേന് മരിച്ചലാണ് പതിവ്. അതുകൊണ്ട് അറിയാത്തവർ ഇങ്ങോട്ട് വരരുത് മക്കളെ, ഞങ്ങൾക്കാവൂല. എന്താ മക്കളെ ഇതിൻ്റെ ഒരു ചൊറുക്ക്. എന്നിട്ട് ഞങ്ങളിവിടെ ഫാമൊക്കെ ഉണ്ട്, മീൻ വളർത്തുന്ന ഫാമുണ്ട്. ഹായ്, എന്തോ ഒരു ചൊറുക്ക്. കണ്ടോളിയും ഇതിൻ്റെ അടിയിൽ ഈ കാണുന്നതാണ് നമ്മളെ ചെറിയൊരു വീടേ. ഈ കൊച്ചു വീട്ടിലാണ് എൻ്റെ താമസം. ഞങ്ങളിവിടെ കുടി നാട്ടിലേ പറയാം. ഇതിന് അറിയണ്ടാച്ചിട്ട് ഞങ്ങൾ കുടി വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഭാഷയിൽ അറിയാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടാച്ചിട്ട് ആ വീട് എന്ന് പറഞ്ഞത്. ഞങ്ങൾക്കിത് ഞങ്ങളെ മലയാളത്തിൽ പറയുന്നത് പേരാണ്. ഈ കാണുന്നത് നമ്മളെ തോത്ത് പറഞ്ഞാൽ അതന്നെ. ആ കണ്ടില്ലേ നമ്മളെ കൊച്ചു ഭവനം. ഞങ്ങളൊക്കെ ഇവിടെ ഞങ്ങൾ പോയി കറങ്ങിയിട്ടൊന്നുമല്ല ചൂണ്ടലിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറച്ചിലാണ്. മീനൊക്കെ കിട്ടും, നല്ല മീൻ കിട്ടും. പിന്നെ രാജു ഉണ്ടാവുകൊണ്ട് രാജുവിൻ്റെ പണി ഞാൻ കയ്യിൽ എടുക്കേണ്ടതാണ്. ഓത് ഇങ്ങനെ പിടിച്ചതാക്കൊണ്ടേ ഓൻ്റെ ഒരു ഉപജീവന മാർഗ്ഗമാണത്. അതോടൊപ്പം തന്നെ ഓനെ മിന്നണ ആളാണ്. ബുള്ളറ്റും എന്നിങ്ങനെ കറങ്ങണം. അപ്പോൾ ആ രസത്തിന് ഓൻ പല രാജ്യത്തും പോയി മീൻ പിടിച്ചും. പല രാജ്യത്തല്ല, ഇന്ത്യ രാജ്യത്ത് മാത്രമേ ഉള്ളൂ ഇല്ലേ. ഇതാണ് അടുത്തൊരു മത്സ്യത്തൊഴിലാളി, വാപ്പുട്ടി. വെളിച്ചം കൊണ്ട് കാണുന്നില്ല, എന്നാലും ഞങ്ങളവിടെ മുക്കുവന്മാർ കുറവാണെന്ന് വെച്ചാൽ ഒന്ന് വാപ്പുട്ടി മുക്കുവനും ഒന്ന് രാജു മുക്കുവനാ. വേറെ 2-3 മുക്കുവന്മാരുണ്ട്. ഒരു പുലർച്ചെ വരുന്ന ആൾക്കാരാ. എന്താ അതിൻ്റെ ചൊറുക്ക് കണ്ടില്ല ഞങ്ങൾ. വാപ്പുട്ടിയേ ഒന്നിങ്ങോട്ട് നോക്കടാ. ഇതൊക്കെ വേനൽക്ക് നമ്മളെ പൈക്കൾക്ക് തിന്നാലായിട്ടില്ല. ഇപ്പോൾ വേനലായിട്ടില്ല, വേനലാകട്ടെ. ഇടാൻ വേണ്ടി പോകുന്നു, നീർന്നാണ്ടോ അലക്കാറുണ്ട്. എര അവിടെ വെച്ചിട്ട് പോകുന്നു ഇപ്പൊ ഞാന്. മറ്റാള് ഒന്ന് പോയി എന്നല്ലോ, ആള് പോയണ്ടല്ലോ ഒന്ന്. കപ്പിച്ച് പോയിട്ടില്ലേ? ആള് മീൻ പിടിക്കാൻ പോണല്ലോ. അപ്പൊ നിരാവല്ലേ. ഈ മരം ഒന്ന് വെട്ടാൻ രാജേട്ടാ, വലിയ പണിയാവും. വലുതായ സെറ്റായാലല്ലേ നമ്മളെ പോയല്ലാതെയാവും. പുഴേ ഇല്ലാതെയാവും. അപ്പോൾ മക്കളെ, നിങ്ങളൊരു കാര്യം മറക്കരുതട്ടില്ലേ, നമ്മളെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ കിണികിണി ബെല്ലൊന്നും അടിച്ചാനും മറക്കരുത് കുട്ടികളെ. ഞാൻ പറഞ്ഞു നിങ്ങൾ മറക്കണ്ട.
ഓ ഇതിൻ്റെ രസം വേറെ തന്നെ കേട്ടോ. പിന്നെ ചെറിയ വാക്കിലോ പഴവിലോ ഒക്കെ ഉണ്ട് വെച്ചാണ് ശ്രമിച്ചിട്ടില്ലേ. നല്ല പഴവും വന്നു വെച്ചാലേ സുഹൃത്തുക്കളെ നിങ്ങളൊന്നും വിചാരിച്ചരുത്. നമ്മളൊരു സാധാരണക്കാരനാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ കാണാനാണ് നമ്മളെ ഗസ്റ്റ് ഹൗസ്. ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്നത് ഇത് ഹോം സ്റ്റേ ആക്കണം എന്നൊക്കെ ഒരു ഉദ്ദേശം ഉണ്ട്. മുകളിൽ ഒരു നില എടുത്തിട്ടേ ഹോം സ്റ്റേ ആക്കണം എന്നുണ്ട്. കായ് ഇങ്ങനെ കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കണം. ഇത് ഹോം സ്റ്റേനെ പറ്റിയിട്ട് നിങ്ങളെ അഭിപ്രായം എന്താച്ചൊന്നും പറയണട്ടില്ലേ. ഇതാണ് പെര. ഇവിടെ നമുക്കൊന്നുകൊണ്ട് ചെത്തി വൃത്തിയാക്കിയിട്ട് ഒരു 2 ഇംഗ്ലീഷുകാരി ഇരിക്കണ മാതിരി ഒരു കസാലയും ഒരു വെള്ള പെയിൻ്റ് അടിച്ച സാധനമൊക്കെ കൊടുന്ന് വെക്കാം. ഇവിടെ ഒരു മീൻ വളർത്തണ കുളമുണ്ട്. ഇവിടെ രാവും പാവലും കാവലിരുന്നിട്ട് ആ പാവം അവർ വളർത്തണേ. ഏതോ ഒരു മീൻ 2-2.5 കിലോനായ സമയത്ത് വിഷം കലക്കിപ്പോയി. ഓനെ കയ്യിൽ ഞങ്ങൾ കിട്ടിയാൽ കരിമ്പ് ജ്യൂസ് അടിച്ചിരുന്നു. പക്ഷേ ഓനെ കിട്ടിയിട്ടില്ല. വരട്ടെ, അടുത്തായിട്ട് വീണ്ടും വരുമല്ലോ. പാവപ്പെട്ടവനെ എന്ത് കഷ്ടകാലം പൊടിച്ചവനെ കാലാമ കടിച്ചു പറഞ്ഞ മാരിയുള്ള ഒരു പണിയാണ്. ഏതായാലും ആ ചങ്ങായിനെ ചെയ്തത് ആൾക്കാർ. ഓനും ഒരു 2.5 ടണ്ണോളം മീൻ അങ്ങനെ നശിച്ചു പോയി. ട്രോളിങ് സമയത്ത് പിടിച്ചാന്ന് കരുതി ഇങ്ങനെ വെച്ചുകൂട്ടി നിൽക്കണ മീനായിരുന്നു. അതാണ് ആ പാവത്തിൻ്റെ കൊണ്ടുപോയത്. കൊണ്ടുപോകല്ല ചെയ്തത്, തുരുസോ അങ്ങനെ എന്തൊരു വിഷവസ്തു കലക്കിക്കാണ്. സാധാരണ ഇവിടെ മീൻ പൊടിക്കുമ്പോൾ ആൾക്കാർ ചകരം കലക്കൊക്കെ ചെയ്യും. പക്ഷെ അതിനൊന്നും മീൻ ചാവൂല, മീൻ മണ്ടേ ചെയ്യുള്ളൂ. എന്തോരു കണ്ടില്ല ഞങ്ങൾ ഈ വേനൽക്ക് ഈ മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ വന്നിരുന്നാൽ എന്തൊരു സുഖമാണെന്നാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു തരട്ടില്ലേ, കഞ്ചാവും കള്ളും കുടിച്ചാനൊന്നും ഇങ്ങോട്ട് വരണ്ടട്ടില്ലേ. അത് ബുദ്ധിമുട്ടാവുക. കാരണം വേറെ ഒരു മാർഗം ഉണ്ടാവില്ല മണ്ടാൻ. 4 പുറം നമ്മളെ ഏരിയയാണ്. നമ്മളെ ആൾക്കാരുണ്ടാവും. ഓരോരുത്തരും വണ്ടി ഓരോരുത്തേക്ക് ചെന്ന് ചാടി ആയിലും വലിയ ആളില്ല ഓരോരുത്തേക്കാവും. ഇപ്പം തന്നെ പറഞ്ഞുതരാം. ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുക. അതിനൊന്നും ഞങ്ങളൊന്നും പറയില്ല. പക്ഷേ കള്ളു കുടിച്ചാനും പോയി ചാടാനും കൊണ്ട് വരരുത്. കുണ്ടാണ്, ഇവിടുന്ന് മയ്യത്താണ് കൊണ്ടുകൊണ്ട് വരും. വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഈ സംഭവം നമുക്കിന്ന് ഇങ്ങനെ എന്നെ സഹായിച്ച ആളെ വീഡിയോ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം. നിൽക്കും കേട്ടില്ലേ, ഇതാ ഇങ്ങോട്ട് നോക്കിക്കോളി. നമ്മളെ ഈ സഹായിച്ച സഹോദരന് ഇതാണ് ഈ സാധനം. ഇത് നമ്മളെ വായിക്കുട്ടിയാണ്. ഏയ് ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ.